ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു നെത്തോലി ഫ്രൈ തയ്യാറാക്കിയാലോ. ആദ്യം നമുക്ക് നെത്തോലി മീനെല്ലാം ഒന്ന് കഴുകി കണ്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നെത്തോലിയിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ഇട്ട് നെത്തോലി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നന്നായിട്ട് നമ്മുടെ മീനിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതാ 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്തെടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നമ്മുടെ നെത്തോലിയിൽ മീൻ പിടിച്ച് വരുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് 2 ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിനും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നെത്തോലി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീക്കി വെച്ചെടുക്കണം. ഇനി 2 സൈഡ് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് തന്നെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്. നീളത്തിലൊന്ന് കട്ട് ചെയ്തതാണ്. സവാളയും കൂടെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാളയുടെ കൂടെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ തൊലിയൊന്നും കളയാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് നമ്മുടെ മീൻ പൊരിച്ചതിന്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നെത്തോലി മീൻ മൂപ്പിച്ചെടുത്തതുപോലെ തന്നെ ഈ സവാളയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി കൊടുക്കാം. എന്ന് നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നെത്തോലി മീൻ്റെ കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.